ബേസിക്കലി ആർക്കിടെക്ചർ എന്ന കോമൺ സെൻസ് ആണ്. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള സാധനം അതിനെ ഏറ്റവും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഐഡിയലായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടിരിക്കുക പുറത്തുള്ള സാധനം സൊസൈറ്റി എന്നുള്ളതല്ല. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു കോണ്ടക്സ്റ്റ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് റോളുണ്ട്. നമ്മളതിൽ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഡിസൈൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ പോരുന്നുള്ളൂ. അപ്പോൾ ഡിസൈൻഡ് ആയിട്ട് ഇനിയും ഒരു 95% പുറത്ത് അവിടെ ചെയ്യാൻ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ അത് ചെറിയ സാധനമല്ലല്ലോ. അപ്പോൾ ഇന്ത്യയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്? 100 കോടിന് മേലെ. അത് ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. അപ്പോൾ അവിടെയാണ് ഈ സ്ഥിതി എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹായ്, വെൽക്കം ടു MND ചാറ്റ് ബോക്സ്. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് IIA കേരള സ്റ്റേറ്റ് അവാർഡ്സ് വിന്നറും ആൻഡ് കേരളത്തിലെ വൺ ഓഫ് ദി ലീഡിംഗ് ആർക്കിടെക്ചർ ഫേമായ എറ്റിക്സ് ആർക്കിടെക്ചറിലെ പാർട്ട്ണർ ആൻഡ് CEO ആയിട്ടുള്ള ആർക്കിടെക്ട് മാഹിർ ആലം സാറാണ്. ഹായ് സർ, വെൽക്കം ടു ദ ഷോ. സർ, നമ്മൾ ഈ ഒരു MND ചാറ്റ് ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ എക്സ്പെർട്ടൈസ് ആയിട്ട് നിൽക്കുന്ന ആർക്കിടെക്ട്സ് ആവാം, അതേപോലെ ആർട്ടിസൻസ് ആവാം, വർക്കേഴ്സ് വരെ ആവാം, അവരുടെ അടുത്തു നിന്നൊക്കെ അവരുടെ ഒരു വിഷൻ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടത്, അവരുടെ കുറച്ച് ഇൻസൈറ്റ്സ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത് എന്നൊന്ന് പറയാൻ കഴിയും? ഈ ആർക്കിടെക്ചർ എന്നുള്ള പ്രൊഫഷൻ ഇപ്പോഴും അത്ര കോമൺ അല്ല. നമുക്കറിയാം, ഇപ്പോഴും പലരും ആർക്കിടെക്ചറിനെ കണ്ടാൽ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്. ഒരു 10-12 വർഷം മുന്നേ ഞാനൊക്കെ +2 കഴിഞ്ഞ സമയത്തും ഇത് അത്രയും കോമൺ അല്ല. ഞാൻ വരുന്നത് നിലമ്പൂർ അടുത്ത് മുമ്പാട് എന്ന സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ റീജിയനിൽ അന്ന് അത്ര ആർക്കിടെക്ചർ ഒന്നും ഇല്ല. ഞാൻ ആക്ച്വലി ഈ ആർക്കിടെക്ചർ എന്നുള്ള ടേം ആദ്യമായിട്ട് കാണുന്നത് തന്നെ നമ്മൾ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് വാങ്ങുമല്ലോ. അപ്പോൾ അതിലാണ് ഈ ടേം ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് പിന്നെ കഫേയിൽ പോയിട്ട് ഗൂഗിൾ ചെയ്തു. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ സ്കൂളിലെ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, അവരുടെ മോൾ ഇത് പഠിക്കുന്നുണ്ട് മനസ്സിലാക്കി. അപ്പോൾ അവരെ പോയി പേഴ്സണലി കണ്ടതിന് ശേഷമാണ് ഇത് ആർട്ടും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കൂടെ മിക്സായിട്ടുള്ള സാധനമാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് സ്യൂട്ടാവുമെന്ന് തോന്നി, അങ്ങനെ അപ്ലൈ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടാണ്. കേരളത്തിലെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന പല ആർക്കിടെക്ട്സും അങ്ങനെ തന്നെ ആയിരിക്കും എത്തിയിട്ടുണ്ടാവുക. പിന്നെ അത് മുന്നത്തെ ജനറേഷൻ ആർക്കിടെക്ട്സൊക്കെ ഉള്ള ഫാമിലികൾ വളരെ കുറവായിരിക്കും. ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, സാർ 12 years ആയിട്ട് ഈ ഒരു ആർക്കിടെക്ചർ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഹൗ ഡു യു ഫീൽ ആസ് എൻ ആർക്കിടെക്ട്? ഒരു 12 years എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്പാനൊന്നുമില്ല. കരിയർ ചെറിയ സ്പാനാണ്. ഒരു വലിയൊരു നല്ലൊരു ആർക്കിടെക്റ്റൊക്കെ ആയിട്ട് മാറണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു 30-40 years ഒക്കെ സമയമെടുക്കും. അപ്പോൾ 12 years എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഐ എം സോ ഹാപ്പി ബിക്കോസ് റൈറ്റ് നൗ ദെയർ ആർ സോ മെനി പീപ്പിൾ വർക്കിംഗ് വിത്ത് മീ. മാത്രമല്ല കുറച്ച് നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. പിന്നെ അതുപോലെ എനിക്ക് ടീച്ചിങ് ഒരു പാഷൻ കൂടി ആയതുകൊണ്ട് ആ ടീച്ചിങ്ങും ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. സോ യങ് ജനറേഷൻ്റെ അടുത്ത് കുറച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ അത് ടീച്ചിങ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. സാർ, ഇപ്പോൾ എന്തൊക്കെ കൈൻഡ്സ് ഓഫ് പ്രോജക്ട്സ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോസ്റ്റ്ലി റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്. പിന്നെ അതുകൂടാതെ കൊമേഴ്ഷ്യൽസ്, ഷോപ്പിംഗ് മാൾസ്, സ്കൂള്, കോളേജസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺവെൻഷൻ സെൻറ്റേഴ്സ്, ഇൻറ്റീരിയർ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിലവിലിപ്പോൾ കേരളത്തിൽ മൊത്തം ചെയ്യുന്നുണ്ട്, കേരളത്തിന് പുറത്തും ചെയ്യുന്നുണ്ട്. ചിലപ്പം ഈ ഇത്രയും കുറേ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇപ്പോൾ കംപ്ലീറ്റഡ് ആയ പ്രോജക്ട്സിൽ സാറിന് ഏറ്റവും കൂടുതൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പ്രൊജക്ട് ചെയ്തിരിക്കും? എനിക്ക് പേഴ്സണലി കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് ഇല എന്നുള്ള പ്രൊജക്ട് കുറ്റിപ്പുറത്താണ്. ഒരു പാലിയേറ്റീവ് കെയർ സെൻ്ററിന് വേണ്ടിയിട്ട് ചെയ്ത ബിൽഡിംഗ് ആണ്. ഒരു ഓപ്പൺ പ്ലാനിങ്. അതിനാണ് നമുക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടിയത്. അതൊരു ഓപ്പൺ പ്ലാനിങ് ആയിരുന്നു. മാത്രമല്ല അവിടെ ഉപയോഗിച്ച മെറ്റീരിയൽസ് റീയൂസ് ചെയ്ത മെറ്റീരിയൽസ് ആയിരുന്നു കൂടുതൽ. ഇപ്പോഴും ആ പ്രൊജക്റ്റ് ഇടയ്ക്ക് ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇരിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം. ആ പ്രൊജക്റ്റിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. മീൻസ് സാറിനെ കുറിച്ച് നോക്കിയ സമയത്ത് തന്നെ മീൻസ് ഇല്ല എന്നുള്ളൊരു പ്രൊജക്റ്റിനെ കൊണ്ട് മീൻസ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഭയങ്കര സൂട്ടിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെന്നൊക്കെ മീൻസ് അന്വേഷിച്ചതിൽ അറിയാൻ കഴിഞ്ഞു. ഇത് ആക്ച്വലി ഒരു പാലിയേറ്റീവ് സെൻ്റർ ആണെങ്കിൽ പോലും അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കൗൺസിലിംഗ് സെഷൻസ് നടക്കുന്നുണ്ട്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർ കൗൺസിലിംഗ് സെഷൻസ്. പിന്നെ ഡയാലിസിസ് സെൻ്റർ അതിൻ്റെ പാർട്ടാണ്. പിന്നെ ഒരുപാട് ക്യാമ്പ്, ജുവനൈൽ ശിക്ഷ കഴിഞ്ഞാൽ ഇറങ്ങുന്ന ആൾക്കാർക്കുള്ള ഒരുപാട് റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റുകൾ.
അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇല എന്നുള്ള പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഡോറില്ലാത്തൊരു ബിൽഡിങ്ങാണ്. ഡോറില്ലാത്ത ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും തമ്മിൽ സെപ്പറേഷൻ ഇല്ല. ഈ ഡോറ് എന്ന് പറഞ്ഞാൽ ഒരാളെ മുന്നിൽ അടക്കാനും തുറക്കാനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അങ്ങനെ ആവരുത്. ആർക്കാണോ അങ്ങോട്ട് കയറി ചെല്ലാൻ വരാൻ തോന്നുന്നത് അവർക്ക് കയറി വരണം എന്നുള്ള കൺസെപ്റ്റാണ് ഡോറില്ലാത്തൊരു പ്രൊജക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചിലപ്പോൾ വഴി പോകുന്ന ആൾക്കാരൊക്കെ കയറി വരാറുണ്ട്. എന്ത് സംഘർഷം ഉണ്ടെങ്കിലും, മാനസിക സംഘർഷമാണെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ വന്ന് ഇരുന്ന് അവിടെ കാര്യങ്ങൾ പറയാൻ, സംസാരിച്ചിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്തരം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്രൊജക്റ്റ് കൂടിയാണ്. അതാണ് കുറച്ചും കൂടി എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടാകുന്നില്ല. സാർ ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇൻസ്പയർഡ് ആവുന്ന കുറേ ആർക്കിടെക്ട്സ് ഉണ്ടാവും. ഇപ്പം എനിക്ക് പേഴ്സണലി ജെഫ്രി ഭാവന ഭയങ്കര ആളുടെ കുറേ പ്രൊജക്ട്സും ഇപ്പം സാർ പറഞ്ഞ പോലെ ഈ ഇൻസൈഡ് ഔട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ആൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സാറിന് അതേപോലെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ്? മോസ്റ്റ്ലി ശ്രീലങ്കൻ ആർക്കിടെക്ചർ ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്ന ആർക്കിടെക്ചർ. ശ്രീലങ്കൻ ആർക്കിടെക്ചർ മാത്രമല്ല, ഇപ്പോൾ ഫാർ ഈസ്റ്റ്, അത് ഇന്തോനേഷ്യ, ഈ റീജിയനിലെ ആർക്കിടെക്ചറൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ പേഴ്സണലി ആ ആർക്കിടെക്ചറിന് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പക്ഷേ പിന്നെ മോസ്റ്റ്ലി ഒരു നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വേറെ ടോക്ക് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പോവുക. ഇപ്പോൾ മുംബൈയിലൊക്കെ ഞാൻ ഇനീഷ്യലി എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ടോക്ക് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഫോറിൻ ആർക്കിടെക്ചറിൻ്റെ ടോക്ക് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നൊരു സ്വഭാവം അപ്പോഴും ഇന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം പ്രൊജക്റ്റുകളാകുമ്പോൾ അങ്ങനെ ഇൻസ്പയർഡ് ആവും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ കോണ്ടെക്സ്റ്റിനോട് നീതി പുറത്തുന്ന പ്രൊജക്റ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പ്രൊജക്റ്റിനോടുള്ള അപ്രോച്ചും എൻ്റെ ടീമിൻ്റെ അപ്രോച്ചും വേണ്ടത്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് സാർ എങ്ങനെയാണ് അതൊരു സോൾവ് ചെയ്തെടുക്കുക? ഇപ്പം കൈൻഡ് ഓഫ് ഒരു കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് അങ്ങനെ തന്നെയാണോ സാർ ആ ഒരു പ്രൊജക്റ്റിനെ? ബേസിക്കലി നമ്മൾ ക്ലയൻറ്റിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ക്ലയൻറ്റിനോട് ഞാനൊരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ റിക്വയർമെൻറ്റ് എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്ന് ചോദിക്കുന്നതിന് പകരം ക്ലയൻറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറാണ്. മേ ബി ക്ലയൻറ്റ് പേഴ്സണൽ ഹോബീസ് ആവാം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ആവാം. അത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ ഞാനിങ്ങനെ പിന്നെ പരമാവധി പറ്റിയാണ് ഞാൻ ക്ലയൻറ്റ് കൂടെ ട്രാവൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയ ട്രാവലാണെങ്കിൽ പോലും അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഒരു ടേബിളിൻ്റെ ചുറ്റും അപ്പുറം ഇരുന്നിട്ട് സംസാരിക്കുന്നതിനപ്പുറം നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ക്ലയൻറ്റിൽ നിന്ന് കിട്ടും. ക്ലയൻറ്റ് ബിഹേവിയർ, ക്ലയൻറ്റ് ഇൻട്രസ്റ്റ്, ഹോബീസ്, അതുപോലെ തന്നെ അവരുടെ ഡെയിലി റുട്ടീന്, അവരെ സൈക്കോളജി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരമാവധി സംസാരിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഡിസൈനോട് നമുക്ക് നീതി പുലർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് ഞാൻ ബോധപൂർവം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരു വെബ്സൈറ്റ് മീൻസ് നോക്കിയ സമയത്ത് അതിൽ ഒരു സൈറ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടായിരുന്നു. അപ്പോൾ ഈ ആ ഒരു ഇത് സാർ എങ്ങനെയാണ്? ശരിക്കും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ജിയോഗ്രഫി ഉണ്ടല്ലോ, അത് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഒരു ഭാഗത്ത് കടലുണ്ട്, ഒരു ഭാഗത്ത് സഹ്യപർവ്വതമുണ്ട്, പിന്നെ മലനിരകളും വയലും ഒക്കെ ഉള്ള ഭയങ്കര ഒരു അനുഗ്രഹീതരായ ഒരു ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി പല വേറൊരു സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കേണ്ട കുറേ സാധനങ്ങൾ ഇവിടെ വളരെ നാച്ചുറലി ഉണ്ട്. അപ്പോൾ കോണ്ടെക്സ്റ്റിനോട് നീതി പുലർത്താത്ത ഒരു ഡിസൈനും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അത് എനിക്ക് വെറുപ്പാണെന്നൊക്കെ പറയാം. അപ്പോൾ അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് നല്ല വിൻഡോ വൈഡായിട്ട് ഓപ്പൺ ചെയ്താൽ കാണാനുള്ള ചുറ്റുപാടുള്ള സാധനങ്ങളും എന്ത് പ്രകൃതിയാണെങ്കിൽ ഭയങ്കര ഭയങ്കര ഭംഗിയുള്ളതാണ്. പിന്നെ അതിൻ്റെ കാറ്റിനെ എങ്ങനെ നമ്മൾ പ്രൊജക്റ്റിലേക്ക് എടുക്കാം, അതിൻ്റെ സൂര്യപ്രകാശം എങ്ങനെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാം, പിന്നെ അവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എങ്ങനെ ഇതിൽ പരമാവധി ഉപയോഗിക്കാം. സുഖമായിട്ടും അത് കോണ്ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഡിസൈനും നല്ല ഡിസൈൻ അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിൻ്റെ ഒരു ഡിസൈൻ ഫിലോസഫി എന്ന് പറയുമ്പോൾ സാർ എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 12 years ഒക്കെ ആയൊരു ആർക്കിടെക്റ്റ് എന്നുള്ള എനിക്ക് ഒരു ഫിലോസഫിയൊക്കെ രൂപപ്പെടുത്താൻ മാത്രം ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നില്ല. നോർമലി ഒരു 30-40 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണ് ഒരു ഫിലോസഫിക്കായിട്ട് വരിക. കറൻ്റ്ലി നമുക്ക് ഇപ്പോൾ ഈ ഏജിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഡിസൈൻ ആണെങ്കിലും മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. അത് ഗ്രാജ്വലി ഒരു ഫിലോസഫി എന്നുള്ള നിരക്കൊക്കെ എത്താൻ ഇനിയും സമയമെടുക്കുമായിരിക്കും. നമ്മൾ സ്റ്റൈൽ ഫോളോ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു കോണ്ടെക്സ്റ്റിനെ മാച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള സ്റ്റൈൽ ഫോളോ ചെയ്യാറുണ്ട്. അതൊരു ട്രഡീഷനും അതുപോലെ തന്നെ കുറച്ച് മോഡേൺ എലമെൻസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്റ്റൈലാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും പ്രൊജക്ട്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫിലോസഫി എന്നുള്ള നിലക്കൊന്നും ആയിട്ട്
അതിമാത്രം എക്സ്പീരിയൻസ് ആയിട്ടില്ല. സാറിന് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള കുറേയധികം ആർക്കിടെക്ട്സ് ഉണ്ട്. അപ്പം സാർ എത്രത്തോളം ഈ ഒരു ആർക്കിടെക്ചറിനോട് പാഷനേറ്റ് ആണ്? ആർക്കിടെക്ട്സ് പൊതുവെ പലതരത്തിലുണ്ട്. ഒന്ന് പിന്നെ ആർക്കിടെക്ചറിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഊണിലും ശ്വാസത്തിലും ഉറക്കത്തിലൊക്കെ ആർക്കിടെക്ചറായി. ഞാൻ അങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ ഇല്ല. എനിക്ക് വേറെ കുറേ പ്രയോറിറ്റീസ് ഉണ്ട്. ആർക്കിടെക്ചർ എന്നുള്ളത് പാഷനാണെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വേറെ സോഷ്യൽ ആക്ടിവിറ്റീസ് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചിങ് ഇതാണെങ്കിലും അല്ലാത്ത വേറെയും അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്കിങ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാവലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 100% ആർക്കിടെക്ചറിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ആളാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരാളല്ല. അപ്പോൾ അത് തെറ്റുണ്ട്, ഒന്ന് തെറ്റ് ഒന്ന് ശരി എന്നുള്ളതല്ല. ഓരോരുത്തരും ആർക്കിടെക്ചറിന് പെർസീവ് ചെയ്യുന്നത് പല രൂപത്തിലായിരിക്കും. ഒരാൾക്ക് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ കണ്ടിട്ടുണ്ട്, അവർ ആർട്ടിൽ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി അതല്ല കാഷ്വലി അതൊരു നേരം പോക്ക് അല്ലെങ്കിൽ ചെറിയ ടൈം പാസോ അല്ലെങ്കിൽ ഒരു ഹോബിൻ്റെ പുറത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആർക്കിടെക്ചർ പ്രൊഫഷനാണ്. ബട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒരു പ്രയോറിറ്റിയാണെന്നുള്ളതാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പം ഇല്ല ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അതൊരു സോഷ്യലി വളരെയധികം റെലവൻസ് തരുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പം ആസ് എൻ ആർക്കിടെക്ട് നമ്മൾ എത്രത്തോളം ആ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് പെർസീവ് ചെയ്യണമെങ്കിൽ? സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലണോ വേണ്ടത്, അതോ നമ്മുടെ ചുറ്റുപാടുള്ള സാധനങ്ങളും ആണ് സൊസൈറ്റി എന്ന് മനസ്സിലാക്കണോ വേണ്ടത്? ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടിരിക്കുക പുറത്തുള്ള സാധനം സൊസൈറ്റി എന്നുള്ളതല്ല. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു കോണ്ടക്സ്റ്റ് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കേരള കോണ്ടക്സ്റ്റിൽ നമുക്കറിയാം പല ഫിനാൻഷ്യൽ ഗ്രൂപ്പുള്ള ആൾക്കാരുണ്ട്, പല ഹെൽത്ത് ആരോഗ്യമുള്ള ആൾക്കാരുണ്ട്, പല സിറ്റുവേഷൻസുള്ള ആൾക്കാരും ഒരു സൊസൈറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സൊസൈറ്റി പാർട്ടാണ്. ആ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചില്ല എന്നുള്ള ടേം ശരിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സൊസൈറ്റി പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള സാധനമാണ്. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമം പെർസീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളത് കണ്ട് മനസ്സിലാക്കുക. ഒരാളുടെ ഉള്ളിലുണ്ടാവുന്ന ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും കുറേ വികാരങ്ങൾ ഉണ്ടാവില്ല. അത് സൊസൈറ്റിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോഷ്യലി റെലവൻ്റായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഫോക്കസ് ചെയ്യണം, മറ്റേ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യണം, അങ്ങനെയൊന്നുമല്ല. അതായത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് റോളുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും പിന്നെ എല്ലാ മേഖലയിലും നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എല്ലാത്തിലും നമ്മൾ ആക്റ്റീവായിട്ട് ഉണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൊസൈറ്റി എന്നുള്ള അന്യനല്ല, ഒരു നമ്മുടെ ഭാഗം തന്നെയാണ്. അത് ഒരു ചില്ലു കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഓഫീസ് സ്പേസോ എന്നുള്ളത് സൊസൈറ്റിയിൽ നിന്ന് മാറിയിരിക്കുന്ന സാധനമല്ല. സൊസൈറ്റീൻ്റെ കൂടെ നമ്മളെ എൻഗേജ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് മാത്രമാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ നേരത്തെ സാറിൻ്റെ ടീമിനെ കുറിച്ച് പറഞ്ഞത്, സാർ എങ്ങനെയാണ് ഈ ഒരു ടീം ഫോം ചെയ്തത്? ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു ആർക്കിടെക്ചർ ഫേമിൽ കയറി. അവിടെ ആർക്കിടെക്ചറായിട്ട് പ്രാക്ടീസ് ചെയ്തു. ആ സമയത്ത് പിന്നെ ആ പ്രാക്ടീസ് കുറച്ചും കൂടെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും എൻ്റെ ഒരു പാർട്ട്ണറും കൂടെ കൂടിയിട്ട് പുതിയ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് പിന്നീട് ഞങ്ങൾ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഫേമും ഒരു കൊളാബറേഷനെ കുറിച്ച് ഡിസ്കഷൻ വന്നത്. അങ്ങനെയാണ് നമ്മൾ കൊളാബറേറ്റീവ് ആറ്റിക്സ് എന്നുള്ള ഈ ഫേം ഫോം ആവുന്നത്. 2014 ആറ്റിക്സ് ഫോം ചെയ്യുന്നത്. പിന്നെ ഗ്രാജുവലി ടീം ഇങ്ങനെ ആഡ് ചെയ്ത് വന്നത്. നമ്മൾ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഓരോ കഴിവുണ്ടാവും. നമ്മളെല്ലാവരും എല്ലാ കഴിവുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവ് എവിടെയാണോ ബാക്കിയുള്ളവരുടെ കഴിവ് എവിടെയാണോ അത് രണ്ടും മേർജ് ചെയ്താൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുമെങ്കിൽ അവിടെ ടീം ഫോം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറൻ്റ്ലി ആർക്കിടെക്ചറിൽ ഇപ്പോൾ ആറ്റിക്സ് നമ്മുടെ ഒരു ഫേമാണ്. അതുപോലെ തന്നെ ഏക എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു എൻറ്റിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ അതിൻ്റെതായിട്ട് എക്സ്പേർട്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഗ്രീൻ ആറ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഫേമുണ്ട്. അപ്പോൾ അങ്ങനെ എവിടേക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമോ അവിടേക്ക് കൊളാബറേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, എല്ലാം ഒരാൾ ചെയ്യുക എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും എല്ലാ പ്രാക്ടീസും വലിയ വലിയ കമ്പനികൾ പോലും MNCകൾ പോലും പല ഏരിയയിലും കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊളാബറേഷൻസിനാണ് കൂടുതൽ ഇത് ഡെവലപ്പായി വന്നിട്ടുള്ളത്. പിന്നെ അഡാപ്റ്റബിലിറ്റിയാണ്. അതായത് നമുക്ക് അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ നിലവിലുള്ള സ്ഥാനത്തിന് എങ്ങനെ അഡാപ്റ്റീവ് ആക്കും എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കാലാകാലം നമുക്ക് വരുന്ന മാറ്റങ്ങൾ, ചുറ്റുപാട് വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഫേമിനെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്
സർ M&D ഇന്നോവേഷൻസ് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറാണ്. അപ്പം ഈ ഒരു ആർക്കിടെക്ചർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള സാറിൻ്റെ ഒരു തോട്ട്, സാർ പറഞ്ഞല്ലോ സാർ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള സാറിൻ്റെ തോട്ട് എന്താണ്, ആൻഡ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് സാറിന് പറയാൻ പറ്റും? ബിഫോർ ദാറ്റ് M&Dയിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? M&D എന്ന് പറയുന്നത് നമ്മൾ ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ കോഴ്സ് നെയിം. ആൻഡ് ഡിസൈനിങ് ആൻഡ് സോഫ്റ്റ്വെയർസ് കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് മോർ ദാൻ ഒരു തിയററ്റിക്കൽ കാര്യത്തിനേക്കാളും പ്രാക്ടിക്കലായിട്ട് ഈ ഒരു ഫുൾ ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് മെയിനായിട്ട്. അവർ ഒരു 20% തിയറി ആൻഡ് 80% പ്രാക്ടിക്കൽ എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. ഡിപ്ലോമ 1 year ഡിപ്ലോമ 1 year ഡിപ്ലോമ ആൻഡ് 6 months ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ആർക്കിടെക്ചർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നടക്കുന്ന ആർക്കിടെക്ചർ പ്രൊജക്റ്റുകളിൽ 5% താഴെ മാത്രമേ ആർക്കിടെക്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ളൂ. അതിനി ഒരു ഇന്ത്യൻ്റെ സിനാരിയോക്ക് പോകണം. കേരളത്തിന് പുറത്ത് ടോട്ടൽ ഇന്ത്യൻ എടുക്കുകയാണെങ്കിൽ മൊത്തം പ്രൊജക്റ്റിൻ്റെ ഒരു 2 to 3% മാത്രമേ ആർക്കിടെക്ട്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിലവിൽ അതിൻ്റെ പുറത്ത് വലിയൊരു പൊട്ടൻഷ്യൽ 97% വേറെ എങ്ങനെയൊക്കെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പല കൺസ്ട്രക്ഷൻ നല്ലതുമാണ്, പല കൺസ്ട്രക്ഷൻ മോശമായിട്ടുള്ളതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മുന്നത്തെ പണ്ടൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയിരുന്ന കുറേ നോളജാണ്. ഇന്നൊന്നുമില്ല. ഇന്നിങ്ങനത്തെ ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അത്തരം നല്ല ബിൽഡിങ്ങുകൾ ഉണ്ടാവാനുള്ള കാരണം എഡ്യൂക്കേഷനാണ്. മോശം ബിൽഡിങ്ങുകൾ എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മോശം ബിൽഡിങ്ങുകൾ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇത്തരം വാസ്റ്റായിട്ടൊരു രാജ്യത്ത് നമ്മൾ നിൽക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു നമ്മളതിൽ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഡിസൈൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ ഡിസൈൻഡ് ആയിട്ട് ഇനിയും ഒരു 95% പുറത്ത് അവിടെ ചെയ്യാൻ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ അതിൽ ചെറിയ സാധനമല്ലല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്? 100 കോടിന് മേലെ. അത് ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. അപ്പോൾ അവിടെയാണ് ഈ സ്ഥിതി എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ ഇപ്പം ആർക്കിടെക്ചറൽ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം സാറിൻ്റെ ഒരു ടീമിലേക്ക് സാർ ഒരാളെ എടുക്കുന്ന സമയത്ത് സാർ ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റീസ് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ബേസിക്കലി ആർക്കിടെക്ചർ എന്ന കോമൺ സെൻസ് ആണ്. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള സാധനം അതിനെ ഏറ്റവും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഐഡിയലായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ബേസിക് സ്കിൽ സെറ്റ് എന്നുള്ള എനിക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കോമൺ സെൻസ് ആണ്. രണ്ടാമത്തത് ഡെഡിക്കേഷനാണ്, വർക്ക് ചെയ്യാൻ ഡെഡിക്കേഷൻ. മൂന്നാമത്തത് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ നോളജ് ചിലപ്പോൾ തുടക്കത്തിലൊക്കെ കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് കൂടെ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതിൽ പ്രാക്ടിക്കലി നന്നായിട്ട് ഡെലിവറി ചെയ്യാൻ പിന്നെ മടിയുള്ള ആൾക്കാരെ ഞാൻ അത്ര പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണ്, പഠിച്ചെടുക്കാൻ റെഡിയാണെന്നുള്ളൊരു ആ ഒരു അപ്ഡേറ്റഡ് ആവണം എന്നുള്ള ടെൻഡൻസിയുള്ള ആൾക്കാരെയാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ്. പിന്നെ നമ്മൾ ഈ ഒരു പ്രൊഫഷനിലെ ഒരു വിഷ്വലൈസേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് സോഫ്റ്റ്വെയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം AI ഒക്കെ കടന്നവരോടുകൂടെ അപ്പം ഇനിയിപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർസിൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി പ്രാക്ടീസ് തുടങ്ങുന്നത് ആർക്കിടെക്ട് കസ്റ്റം എന്ന ആർക്കിടെക്റ്റും കൂടെയാണ്. 95-96 കാലഘട്ടത്തിലാണ് അവർ പാസ് ഔട്ടായത്. അപ്പോൾ അന്നൊക്കെ അവർ പറയാറുണ്ട് ഇങ്ങനെ അവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഓട്ടോകാഡ് ഉപയോഗിക്കുന്നല്ലോ, അതിന് പകരം മാനുവലി ഡ്രാഫ്റ്റ് ചെയ്തിട്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തേക്ക് ഓട്ടോകാഡ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറങ്ങിയ സമയത്താണ് വിഷ്വലൈസേഷൻ്റെ അത്രത്തോളം പ്രാധാന്യം വന്നത്. അതുവരെയൊക്കെ സ്കെച്ചിങ് ഒക്കെ ആയിരുന്നു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ശേഷം റെവിറ്റ് പോലത്തെ ടൂളുകൾ വന്നു, പിന്നെ ബിമു പോലത്തെ സാധനങ്ങൾ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഓട്ടോമാറ്റിക് അതായത് AI പോലത്തെ ടൂളുകൾ നമുക്ക് റെൻഡറിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഗ്രാജുവലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ അതിനോട് അപ്ഡേറ്റഡ് ആവാമെന്നാണ്. അതിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. സോഫ്റ്റ്വെയർസ് ഇപ്പോൾ ഇന്ന് കാണുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കില്ല ഒരു വർഷം കഴിഞ്ഞാണ്ടാവാം. അപ്പോൾ ടെക്നോളജി അത്രത്തോളം വളരെ ഫാസ്റ്റായിട്ട് വികസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അപ്ഡേറ്റഡ് ആവാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും അപ്ഡേറ്റഡ് ആയ ടീം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഈ 2 രൂപത്തിൽ കഴിഞ്ഞാൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കൊറോണ സമയത്താണല്ലോ പല ആൾക്കാരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചത്. ഇപ്പോൾ നമ്മുടെ പാരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും. അപ്പോൾ അവരെ ആ ഏജിൽ അത് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ യങ് ആയിട്ടുള്ള ഏജിൽ തീർച്ചയായിട്ടും നമുക്കത് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.
പിന്നെ AI എന്നുള്ളത് നമ്മൾ ആ AI ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ പഠിച്ചു. ChatGPT പോലത്തെ ചെയ്യാൻ പഠിച്ചു. മാത്രമല്ല റണ്ടറിങ് പോലും പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും അത് യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് AIക്ക് എല്ലാം അവർ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളെ ഭാഗത്തുനിന്ന് ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊരു വലിയ ടെൻഷനായിട്ട് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇതിൻ്റെ പാർട്ടാണ്, ടെക്നോളജി വികസിക്കുന്നതിൻ്റെ പാർട്ടായിട്ട് പിന്നെയും ഓപ്പർച്യൂണിറ്റീസ് കൂടി വരും. സർ, ഇപ്പം ഈ ഒരു ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് ഒരു ഫ്രഷറായിട്ട് കടന്നു വരുന്ന ഒരാൾക്ക് സാറിന് ഒരു കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്തായിരിക്കും? ഒന്ന്, ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കോഴ്സ് ചൂസ് ചെയ്യാം. അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ വരക്കാനും താല്പര്യമുള്ള ആൾക്കാർ മാത്രമാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്. കുറച്ച് ക്രിയേറ്റീവ് സ്കില്ലുള്ള ആൾക്കാർ. പിന്നെ സ്വാഭാവികമായിട്ടും ഒന്നും വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആർക്കിടെക്ചർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പ്രാക്ടീസ് ആയാലും അങ്ങനെ തന്നെയാണ്. പ്രാക്ടീസിൽ നമുക്ക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഡേ 1 മുതൽ തന്നെ നമുക്ക് നല്ല വർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കിട്ടിയാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ നമ്മൾ ചെയ്ത് ആവുന്ന വർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ചെറിയ ഇൻറ്റീരിയർ ആണെങ്കിൽ പോലും 3-4 months സമയമെടുക്കും. അങ്ങനെ നമുക്ക് പിന്നെ നമ്മുടെ ഒരു നല്ല സ്കിൽഫുള്ളായിട്ടുള്ള ഒരാളായി മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 3-4 years സമയമെടുക്കും. അപ്പോൾ ആ സമയത്തിന് അതിൻ്റേതായ സമയം കൊടുക്കണം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെതായ സമയം കൊടുക്കണം. പിന്നെ ലൈഫിൽ പല ഹേർഡിൽസ് ഉണ്ടാവും. ലൈഫിൽ ഇൻ ദ സെൻസ് പിന്നെ ഈ കരിയറിലും പല ഹേർഡിൽസ് ഉണ്ടാവും. ചില സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സൈക്കിൾ ഇഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോകുക എന്നുള്ളതല്ല, അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം. മാത്രമല്ല ഇത് കഴിഞ്ഞാൽ ഇനിയും ലൈഫുണ്ട് എന്നുള്ള ആ ബോധ്യം വേണം. ഇതോടുകൂടി അവസാനിക്കുന്നതല്ല ലൈഫ്. ആ ഒരു പ്രശ്നത്തോടില്ല. അങ്ങനെ ആ ഹേർഡിൽസ് ഓവർകം ചെയ്യാൻ പറ്റുന്നവർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും കരിയറിലും എഡ്യൂക്കേഷനിലും ഒക്കെ ഉണ്ടാവും. അതിനെ ഭംഗിയായിട്ട് ഓവർകം ചെയ്താൽ പിന്നെ ഈ പ്രയാസങ്ങളൊക്കെ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ അതെനിക്ക് യങ്ങായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഇതിലേക്ക് വരാൻ പോകുന്ന ആൾക്കാർ പറയാനുള്ളത്. സർ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളായിട്ട് ഷെയർ ചെയ്തു. സാറിൻ്റെ ഈ ഒരു വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ള ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. M&D ചാറ്റ് ബോക്സിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.